വെൽക്കം ടു മൈ ചാനൽ. ഈ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നത് അനാവശ്യമാണെന്നും ഇത് ഈ മരുന്ന് കമ്പനികൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നും ഡോക്ടർമാരും മരുന്ന് കമ്പനിക്കാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കണ്ടു. അപ്പൊ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പ്രതികരണങ്ങൾ കണ്ടു. അപ്പൊ ഈ ആൾക്കാരെ ഇങ്ങനെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാതെ എത്ര ലളിതമായിട്ട് ഇതൊന്ന് പറയാൻ പറ്റും എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. രക്തക്കൊഴലുകളൊക്കെ അടഞ്ഞു പോകുന്നത് കൊണ്ട് രക്തം ലഭിക്കാതെ ഹൃദയത്തിന് തലച്ചോറിനൊക്കെ കുഴപ്പമുണ്ടാകുന്നതാണ് ഈ ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ രക്തക്കൊഴലുകൾ എടുത്ത് രോഗിയുടെ മരണശേഷം പരിശോധിക്കുമ്പോൾ ഈ അടഞ്ഞിരിക്കുന്ന സംഭവങ്ങളിൽ കൊളസ്ട്രോൾ ഉണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി രക്തക്കൊഴലുകൾ അടയുന്നതിന് ഒരു കാരണം, അതിൽ പല ഉദാഹരണമായിട്ട് രക്തം കട്ട പിടിച്ചും അടയാമല്ലോ. അപ്പൊ ഈ അടഞ്ഞിരിക്കുന്ന ആ സാമഗ്രികളിൽ ഒരെണ്ണം കൊളസ്ട്രോളാണ്, ഒരു പ്രധാന ഐറ്റം കൊളസ്ട്രോൾ. അപ്പൊ കൊളസ്ട്രോള് ഉണ്ടെങ്കിൽ ഇത് അടയാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ കൊളസ്ട്രോൾ എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മുടെ രക്തത്തിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണ്. എന്നാ പിന്നെ എല്ലാവരുടെയും രക്തക്കൊഴൽ എന്താ അടയാത്തെ? അതാണ് നമ്മുടെ ഒരു ചോദ്യം. ഇപ്പൊ നമ്മുടെ ഈ രക്തക്കൊഴലിന്റെ ഉൾവശം പരിശോധിച്ചാൽ ഈ കണ്ണാടി പോലെ മിനുസമാണ്, അതിനകത്തൊന്നും പറ്റിപ്പിടിക്കില്ല. സാധാരണ രക്തം ഒഴുകുമ്പോൾ അതങ്ങനെ ഒഴുകിപ്പോവും, അല്ലാതെ എന്തെങ്കിലും വന്ന് തടസ്സപ്പെടുത്താൻ യാതൊരു സാധ്യതയില്ല. എന്നാൽ ഈ മിനുസമായ പ്രതലം ഏതെങ്കിലും രീതിയിൽ ഡാമേജ് വന്നു എന്ന് വെച്ചോ, ഒരു പരവരപ്പായി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വന്നു, അതായത് ഇപ്പൊ നമ്മുടെ ഒരു തുണി തന്നെ ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ ഇഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഒരു ഡിഫക്റ്റ് പോലെ വരില്ലേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ കൊളസ്ട്രോൾ പറ്റിപ്പിടിക്കും. അതായത് കൊളസ്ട്രോൾ മാത്രമല്ല, ചിലപ്പോൾ രക്തം അവിടെ ചെന്ന് കട്ട പിടിച്ച് ഇരിക്കുകയും ചെയ്യാം. അപ്പൊ രക്തക്കൊഴൽ അടയാനുള്ള ഒരു സാധ്യത നമ്മുടെ രക്തക്കുഴലിന്റെ ഉൾവശത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ പരിക്കുകളാണ്. പരിക്കുകള് ഉണ്ടാവാൻ എന്ത് കാര്യം? ഉദാഹരണമായിട്ട് മരുന്ന് കഴിച്ചിട്ടും കുറയാത്ത BP, ഭയങ്കരമായ പ്രഷർ. അപ്പൊ ഈ ഒരു കുഴലിനകത്ത് വലിയ പ്രഷറിൽ വെള്ളം പോയാൽ എന്ത് പറ്റും? ആ കുഴലിനൊരു ഒരു വലിവ് സംഭവിക്കില്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുണി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇഴകൾ മാറൂലേ? അമ്മാതിരി ഒരു മാറ്റം ഉണ്ടാവുകയും ആ രക്തക്കുഴലിന്റെ അകവശത്തിന് ഒരു റഫ്നെസ്, അതായത് ഒരു പരപരപ്പ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതൊരു വേണമെങ്കിൽ നമുക്കൊരു ഒരു ഒരു ക്രാക്ക് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു ഉരവ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? ചെറിയ നീര് വരില്ലേ? അമ്മാതിരി ഈ രക്തക്കുഴലിനകത്ത് ഒരു നീര് വരും. അപ്പൊ ഈ കാര്യങ്ങൾ അതിലെ ഒഴുകുന്ന രക്തത്തിന് അവിടെ ചെറുതായിട്ടൊന്ന് തടഞ്ഞു നിർത്തി അതിലുള്ള സംഗതികളെല്ലാം അവിടെ പറ്റിപ്പിടിക്കാൻ ഒരു കാരണമാണ്. അപ്പോ കുറയാത്ത, അതായത് മരുന്ന് കഴിച്ച് കുറയ്ക്കാത്ത പ്രഷർ, അത് ഡാമേജ് ഉണ്ടാകും. അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ രണ്ടാമത്, ഈ പ്രഷർ ഇങ്ങനെ കൂടിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ നമ്മൾ ഓടുമ്പോഴും എക്സർസൈസ് ചെയ്യുമ്പോഴൊക്കെ ഇതേ സംഭവമല്ലേ സംഭവിക്കുന്നത്? ഹൃദയമിടിപ്പ് കൂടുന്നു, പ്രഷർ കൂടുന്നു, അപ്പോഴും ഇത് വരില്ലേ? തീർച്ചയായിട്ടും വരും. ചെറുതായിട്ടൊരു വലിവ് വരുമ്പോൾ വരാം. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരു റിപ്പയർ മെക്കാനിസം, കാരണം നമ്മൾ വെറുതെ നടന്നാൽ തന്നെയും ആ കാലിന് എന്തെങ്കിലുമൊക്കെ ചെറിയ 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 പ്രശ്നങ്ങൾ വരില്ലേ? അതങ്ങനെ പുറത്തു പോകും, ഹീൽ ചെയ്തു. ഇതിന് ശരീരത്തിന് സമയം കൊടുക്കണം. അതിനാണ് വിശ്രമം വേണമെന്ന് പറയുന്നത്, ഉറക്കം. ഈ ഉറക്കത്തില് കോംപ്രമൈസ് പാടില്ല. എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന്, അത് BP കൊണ്ടുള്ളതായാലും എന്തെങ്കിലും കാരണം കൊണ്ട് ചെറിയ ചെറിയ ഡാമേജുകൾ നമ്മുടെ രക്തക്കുഴലിന് വരികയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശരീരത്തിന് ഒരു അവസരം കൊടുക്കുന്നതാണ്. അതില് ഈ ഉറക്കത്തില് നമ്മൾ ഒരിക്കലും ഒരു ഉപേക്ഷ വിചാരിക്കരുത്. അപ്പോ ഉറക്കത്തില് കോംപ്രമൈസ് വരുത്തരുത്. ഇപ്പൊ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉദാഹരണമായിട്ട് ഒരു വലിയ സിനിമാ നടൻ എക്സർസൈസിനിടയിൽ മരിച്ചതായിട്ട് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പരിപാടി നോക്കിയാൽ അദ്ദേഹം എക്സർസൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതിന് ഉള്ള സമയം അദ്ദേഹത്തിന്റെ പ്രവർത്തന സമയത്തിൽ നിന്നല്ല കുറയ്ക്കുന്നത്. സിനിമയിലോ അദ്ദേഹത്തിന്റെ ബാക്കി പ്രവർത്തനങ്ങളിലോ സമയം ഒട്ടും കുറയ്ക്കുന്നില്ല. പക്ഷേ
എക്സർസൈസിന് 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയം എവിടെ നിന്ന് എടുത്തു? വിശ്രമിക്കാന്, ഉറങ്ങാനുള്ള സമയത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. അതാണ് ഡേഞ്ചർ. വേറൊരാള് ബാംഗ്ലൂരിലെ ഒരു ദിവസവും 100 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. രാവിലെ 2 മണിക്കാണ് ചാടി ഇറങ്ങി സൈക്കിൾ ചവിട്ടാൻ പോകും. അത് തന്നെ ഡേഞ്ചറാണ്. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങണം. അപ്പൊ ഈ ഉറങ്ങാൻ പറ്റൂല്ലെങ്കിൽ ഈ എക്സർസൈസ് എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങണ്ട. സോ ദാറ്റ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ചോദിക്കും, ഈ BP ഉള്ളവർക്കും ഇതുപോലെയൊക്കെ ഇച്ചിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡാമേജ് ശരീരം ശരിയാക്കൂലേ? ശരിയാക്കും. പക്ഷെ എന്തുകൊണ്ട് ശരിയാക്കാൻ പറ്റുന്നില്ല? 24 മണിക്കൂറും BP ആണ്. BP മരുന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ശരീരം ഡാമേജ് കൺട്രോൾ ചെയ്യും. അപ്പൊ ചോദിക്കും, ഈ എക്സർസൈസ് തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എക്സർസൈസ് ഒന്നും ചെയ്യാൻ ചുമ്മാ ഇരുന്നാൽ പോരെ? നമ്മൾ വെറുതെ ചുമ്മാതെ ഒരു വീട്ടിൽ കുറച്ച് പേപ്പർ അല്ലെങ്കിൽ ഒരു പുസ്തകം കുറച്ച് ദിവസം തൊടാതെ വെച്ചിരുന്നിട്ട് പിന്നെ ചെന്ന് തൊട്ട് നോക്കും, അതിനകത്ത് നിറയെ പൊടിയായിരിക്കും. അപ്പോ ഈ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ അഴുക്കുകൾ പറ്റും. അപ്പൊ അതിന് കുഴലിനുള്ള അഴുക്കിനെ നമ്മൾ എങ്ങനെയാ കളയുന്നത്? വെള്ളം ഫ്ലഷ് ചെയ്യും, പ്രഷറോടെ ഫ്ലഷ് ചെയ്യും. അതാണ് ഈ എക്സർസൈസ് ചെയ്യുന്നത്, നമ്മുടെ രക്തക്കുഴലുകളെ ശുദ്ധമാക്കാനായിട്ട് ഫ്ലഷ് ചെയ്യും. സോ എക്സർസൈസ് എന്തായാലും വേണം, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞതിനെ പോലെ വേറൊരു പ്രധാന കാര്യമാണ് സ്ട്രെസ് ഒഴിവാക്കുക. കാരണം സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഹൃദയമിടിപ്പ് കൂടും, പ്രഷർ കൂടും. പിന്നെ ഇത് കൂടാനായിട്ട് തന്നെ കുറെ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരും. അപ്പൊ ഇതൊക്കെ അത്യാവശ്യത്തിന് വേണ്ടി ശരീരം ഉത്പാദിപ്പിക്കുന്നതാണ്. ഇത് 24 മണിക്കൂർ ഇങ്ങനെ സ്ട്രെസ് ആയിരുന്ന ശരിയാവില്ല. അതായത് ഇപ്പം ഉദാഹരണമായിട്ട് മൃഗങ്ങളെ നോക്കി അവർക്ക് സ്ട്രെസ് ഇല്ലേ? ഉണ്ട്. ഒരു മാനിനെ കടുവ ഓട്ടിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര സ്ട്രെസ്സാണ്, അവൻ ജീവനും കൊണ്ട് ഓടും. പക്ഷെ ആ കടുവയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അപ്പോഴേ അവനതങ്ങ് മറക്കുകയാണ്. പിന്നെ നോക്കിയാൽ അവനൊന്ന് പുല്ല് തന്നെയായിരിക്കും. ചിലപ്പോൾ മേ ബി ഹാവിങ് സെക്സ് ഈവൻ. ദാറ്റ് മീൻസ് ടോട്ടലി റിലാക്സ്ഡ്. അവരുടെ ആ സ്ട്രെസ് അപ്പം അങ്ങ് കളയും. മനുഷ്യനങ്ങനെയല്ല. എനിക്ക് പാര വെച്ചവനെ എങ്ങനെ ഞാൻ തിരിച്ചു പാര വയ്ക്കാമെന്ന് ഇങ്ങനെ 24 മണിക്കൂറും ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് ഇസ് ദി ഡാമേജ്. ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ് വരുന്നത് കുഴപ്പമില്ലെന്ന് മാത്രമല്ല നല്ലതുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലഷ് ഔട്ട് കിട്ടും. പിന്നെ വേറൊരു പ്രധാന സംഭവമാണ് ഡയബറ്റിസ്. ഈ ഡയബറ്റിസ് അസുഖമായിട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡോക്ടർമാർ ഒരു ഒഫ്താൽമോസ്കോപ്പ് എന്നൊരു സാധനം വെച്ച് ഇങ്ങനെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ അകത്ത്, അതായത് ബ്രെയിനിന് തൊട്ട് വെളിയിൽ രക്തക്കൊഴലുകളെ നോക്കുകയാണ്. അതായത് രക്തക്കൊഴലുകൾക്ക് ശക്തിക്ഷയം സംഭവിച്ച് ബലൂൺ പോലെ വീർത്ത് ഇരിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് ഈ നോക്കുന്നത്. അതായത് ഡയബറ്റീസിന് രക്തക്കൊഴലിലേക്ക് ഡാമേജ് വരുത്താം. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് രക്തക്കുഴലിന്റെ ഈ മിനുസതയിൽ വ്യത്യാസം വരികയും അവിടെ ഈ കൊളസ്ട്രോൾ ഒക്കെ ചെന്ന് പറ്റിപ്പിടിക്കുകയും ചെയ്യാം. പിന്നെ ഉള്ള ഒരു പ്രധാന കാര്യമാണ് ഓവർ വെയിറ്റ്, പൊണ്ണത്തടി. ദേഹം മുഴുവൻ കൊഴുപ്പാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഈ കൊഴുപ്പിനെ കൊണ്ട് ശരീരത്തിന് വെക്കണ്ടേ? രക്തക്കുഴലിൽ വെക്കും, എവിടെയെങ്കിലും വെച്ചല്ലേ പറ്റും. അത് ഈ ഓവർ ഈറ്റിങ്ങും ഓവർ വെയിറ്റും ഉള്ളവരെ അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. അതുപോലെ തന്നെ ഈ കൊളസ്ട്രോള്, നമുക്ക് ആവശ്യമുള്ള കൊളസ്ട്രോളൊക്കെ രക്തത്തിൽ ഓടിക്കോട്ടെ, പക്ഷെ എന്നാലും 24 മണിക്കൂറും കൊളസ്ട്രോൾ മാത്രമുള്ള ഭക്ഷണമേ കഴിക്കൂ എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. കാരണം ശരീരത്തിന് ഇത് എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ. അപ്പൊ ആ എവിടെയെങ്കിലും എന്നുള്ളതിൽ ഒരെണ്ണം രക്തക്കുഴലായി. ഇനി ഒരെണ്ണമാണ് ഈ എന്താ പറയാ, പുകവലി, സ്മോക്കിംഗ്. നമ്മൾ ഈ പരസ്യത്തിലേക്ക് കണ്ടിട്ടില്ലേ, ഈ ശ്വാസക്കുഴൽ സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞിങ്ങനെ പിതുക്കുമ്പോൾ നിറയെ കറുത്ത. അപ്പൊ അങ്ങനെ ഉള്ള ഈ എന്താ പറയാ മാലിന്യങ്ങൾ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്ത് രക്തക്കുഴലിൽ ചെന്ന് കഴിഞ്ഞാൽ നാച്ചുറലി അതിന്റെ മിനുസത പോവും. അതിനകത്ത് ഈ ഇമാതിരിയുള്ള രക്തം കട്ട പിടിക്കുകയോ കൊളസ്ട്രോൾ ചെന്ന് അടിഞ്ഞുകൂടുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു പ്രധാന കാര്യമാണ് പ്രായം. ഇപ്പൊ എനിക്കിപ്പോ 65 വയസ്സായി. അപ്പൊ ഇത്രയും പ്രായമാകുമ്പോ നമ്മുടെ രക്തക്കുഴലുകളൊക്കെ എന്താ പറയാ, സാധാരണ ഒരു കുഴല് തന്നെ വെച്ചാൽ തന്നെ 10-65 വർഷമാകുമ്പോൾ കുറെയൊക്കെ തുരുമ്പിക്കില്ലേ. അമ്മാതിരി രക്തക്കുഴലിലേക്കൊക്കെ കുറെ ഡാമേജ് പ്രായം കൊണ്ട് വരും. അപ്പൊ അതിനെന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ ഒരു പ്രധാന കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രധാനമാണെങ്കിലും എക്സർസൈസ് ഒരു പ്രധാന കാര്യം. കാരണം ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോ സാധാരണ ഒരു റോഡ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റോഡുകൾ കുറെ കാണും, എന്നിട്ട് കുറച്ച് കുഞ്ഞു 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 സൈഡ് റോഡുകൾ കാണും. അപ്പൊ മെയിൻ റോഡിൽ ട്രാഫിക് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൈഡ് റോഡ് എടുക്കും. അപ്പൊ സൈഡ് റോഡിൽ ഒരുപാട് പേര് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ സൈഡ് റോഡിന്റെ വീതി സർക്കാർ കൂട്ടും. അല്ലെങ്കിൽ വേറെ കുഞ്ഞു കുഞ്ഞു സൈഡ് റോഡുകളും കൂടെ ഉണ്ടാകും. ഇത് തന്നെയാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ
ഒരുപാട് രക്തപ്രവാഹം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ പ്രധാന ധമനികൾ, പ്രധാന ആർട്ടറികൾ കൂടാതെ കുഞ്ഞു കുഞ്ഞു കൈവഴികളും അതിൽ കൂടെയും രക്തം സഞ്ചരിക്കും. അപ്പൊ ഈ കൈവഴികൾ വലുതാവും. അപ്പൊ ഇങ്ങനെ വലുതാവും. അതുകൂടാതെ പുതിയ പുതിയ കുഞ്ഞു കൈവഴികളും വരും. അപ്പൊ ഈ കുഞ്ഞു കൈവഴികൾ എന്ന് പറഞ്ഞാൽ അത് പുതുതായിട്ടുണ്ടാകുന്ന രക്തക്കുഴലാണ്. അതുകൊണ്ട് തന്നെ അതൊരു വയസ്സായ രക്തക്കുഴലല്ല. അപ്പൊ അതിന് ഒരു പ്രായമില്ലാത്ത രക്തക്കുഴലിൻ്റെതായ പ്രയോജനങ്ങളും അതിനുണ്ട്. അപ്പോ ഈ പ്രായം കാരണം ഉണ്ടാകുന്ന പഴക്കം, അതിന് ഒരു ചെറിയ പരിഹാരമെങ്കിലുമാണ് ഈ എക്സർസൈസ്. പിന്നെ പ്രായമുള്ളവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിസ്, പ്രഷർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനും ചികിത്സിക്കണം. അല്ലെങ്കിൽ അതിൻ്റെതായ ഡാമേജ് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെതായ ഡാമേജും വരും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ചോദിക്കാൻ പോണ ചോദ്യം എനിക്കറിയാം. അതായത് ഈ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കണോ വേണ്ടേ ഡോക്ടറെ, ഇതാണ് ചോദിക്കാൻ പോകുന്നത്. അതിന് ഉത്തരം ഞാൻ തരൂല്ല. ഇതിന്റെ കാര്യകാരണങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ചികിത്സയിൽ കാണുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്: സുഖമായി കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം എന്ന് പറയും, സുഖമായില്ലെങ്കിൽ ഡോക്ടറുടെ കുഴപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തീരുമാനം സ്വയം എടുക്കുക. ഞാൻ ഈ കൊളസ്ട്രോളിന്റെ ഗുണം പറഞ്ഞു, ദോഷം പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ കൊളസ്ട്രോൾ സാധാരണ 220, 230 ആ റേഞ്ചാണ്. 200-ന് മുകളിൽ പോകരുതെന്നാണ് വൈപ്പ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചാൽ കഴിക്കണം. അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ഞാൻ ഈ ഘടകങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ എനിക്ക് വലിയ റിസ്ക് ഇല്ല. അപ്പൊ അതേമാതിരി സ്വയം വിലയിരുത്തി നമുക്ക് കഴിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും. ഈ വിലയിരുത്തലിൽ ഒരു സഹായകരമായിട്ട് ഡോക്ടറുടെ സഹായം ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ തീരുമാനം രോഗി തന്നെ എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ പൊതുവായിട്ട് പറയാൻ പറ്റുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഈ പറയുന്ന മാതിരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, BP അല്ലെങ്കിൽ ഡയബറ്റിസ്, ഒന്നും കൺട്രോൾ ആവാത്ത ഡയബറ്റിസ്, വലിയ ബ്ലഡ് ഷുഗറാണ്, സ്ട്രെസ്, വഴിയെ പോണ സ്ട്രെസ്സും കൂടി തലയിലെടുത്ത് വയ്ക്കുന്ന ഒരു സ്വഭാവമാണ്, ഉറക്കം കളഞ്ഞ് ജോലി ചെയ്യുന്ന ആളാണ്, ഓവർ വെയിറ്റ് ഉള്ള ആളാണ്, എക്സർസൈസ് ചെയ്യൂല, പുക വലിക്കും, ഇങ്ങനെയൊക്കെ ഉള്ള ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അതിന്റെ മരുന്ന് കഴിക്കണം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ അതീവ ഹൈ ലെവലാണെങ്കിലും ഈ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി രക്തക്കുഴലുകളിൽ ഇത് പറ്റി പിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വെയിറ്റ് കൂടുതലുള്ള ആളിന് ഈ കൊഴുപ്പ് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കണ്ടേ, അപ്പൊ കുറച്ച് രക്തക്കുഴലിലും വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതേമാതിരി കൊളസ്ട്രോൾ അതീവ കൂടുതലാണ്, 300, 400 ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് മരുന്ന് കഴിച്ചാൽ നന്നായിരിക്കും. കാരണം ഇത്രയും കൂടിയ അളവിൽ കൊളസ്ട്രോൾ ഉള്ളപ്പോൾ രക്തക്കുഴലിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അത് അവിടേക്ക് ചെന്ന് പറ്റാം. അതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം. പിന്നെ അനാവശ്യമായിട്ട് ഒരു മരുന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാ മരുന്നിനും എന്തെങ്കിലുമൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടാവും. ഈ നമ്മുടെ കൊളസ്ട്രോളിന് കഴിക്കുന്ന സ്റ്റാറ്റിൻ എന്നുള്ള മരുന്നിന് പാർശ്വഫലങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ട് കഴിക്കാതിരിക്കുക. താങ്ക് യു.